ഒരു പ്രോഫിറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ലെവലിൽ കൊടുക്കുക. കാരണം വണ്ടി എനിക്ക് 4-5 മാസം ഉപയോഗിക്കാൻ കിട്ടി. അപ്പോൾ അതൊക്കെ കുറച്ചിട്ട് കൊടുക്കുക. അതൊക്കെ കുറച്ചിട്ട് വേറെ വർക്കൊന്നും ചെയ്യാനില്ല. നമ്പർ പ്ലേറ്റ് വരെ മറ്റേ റിന്യൂവൽ എടുക്കാനുള്ള ആ സ്റ്റാൻഡേർഡ് നമ്പർ പ്ലേറ്റ് വരെ ചെയ്തിട്ടുണ്ട്. ടയർസ് കാര്യങ്ങൾ 4 നല്ലതാണ്. ലൈറ്റ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. വൈപ്പർ കാര്യങ്ങൾ എല്ലാ സാധനവും ഫിറ്റ് ആണ്. അതാ ഒരു ഓയിൽ സർവീസ് നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഒരു 8000 കിലോമീറ്ററിലോ 10000 കിലോമീറ്റർ ഓടുമ്പോൾ നിങ്ങൾ ഓയിൽ സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ലൈഫ് ലോങ് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. ഏകദേശം നമ്മൾ ടൊയോട്ടോന്റെ വണ്ടികൾ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു എഞ്ചിനാണ്. എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ഓണം ഓഫർ വീഡിയോ ആണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഓണം ഓഫർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ പേര് കണ്ടറിയാം, സൂപ്പർ വീൽസ് ആണ്. നമ്മളിപ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്തിരുന്നത്. എപ്പോഴും ഇവിടെ ഓഫറാണ്. എപ്പോഴും ഓഫർ എന്ന് വെച്ചാൽ ഞാൻ എല്ലായ്പ്പോഴും പറയുമ്പോൾ തന്നെ ഇതുവരെ വീഡിയോ ചെയ്തിട്ട് ഇവിടെ വില കൂടുതലുണ്ടായിട്ടില്ല. ഒരുപാട് കാലമായി നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അത്രയും വിലക്കുറവിൽ വാഹനങ്ങൾ, നല്ല വാഹനങ്ങളാണ്, വെറുതെ ലൊട്ടിലൊടുക്ക വാഹനങ്ങളല്ല. അത്രയും വിലക്കുറവിൽ നല്ല വാഹനങ്ങൾ ലഭിക്കുന്ന ഷോറൂമാണ് സൂപ്പർ വീൽസ്, കോഴിക്കോടുള്ള സൂപ്പർ വീൽസ്. അപ്പോൾ ഓൺ ഓഫറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുകയാണ്. സ്പെഷ്യൽ ഡിസ്കൗണ്ട്, നല്ല അടിപൊളി വണ്ടികളുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മിസ്സാവും. അങ്ങനെ ഒരു വണ്ടി നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മിസ്സാവും. അത്രയും ഉറപ്പിച്ച് ഞാൻ പറയുന്നുണ്ട്. ഇതാ അനിരുദ്ധ നമ്മുടെ കൂടെ ഉണ്ട്. ഇവർ അനിരുദ്ധ ജിഷ്ണു 2 പേരാണ് ഈ ഷോറൂമിൻ്റെ പാർട്ട്നേഴ്സ് അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യം ആദിത്യ അല്ലേ? ഓക്കെ. എന്താ ഓഫറിനെ പറ്റി എന്താ പറയാനുള്ളത്? ഈ പ്രാവശ്യം മാക്സിമം എല്ലാ വണ്ടിയും റേറ്റ് കുറച്ചിട്ട് ആണ് ഇട്ടത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു 2 ആഴ്ച മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ കുറച്ച് ഒരുപാട് മഴയും അതേപോലെ വെള്ളപ്പൊക്കവും വന്നിട്ട് അതെ, ആ വീഡിയോയ്ക്ക് ശേഷമാണ് നമ്മുടെ ദുരന്തവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിലുള്ള കുറച്ച് റിപ്പീറ്റ് വണ്ടി ഉണ്ട് ഇതിൻ്റെ അത്. അതും കുറച്ചും കൂടെ റേറ്റ് ഒക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇട്ടത്. അതിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു. പരമാവധി എല്ലാ വണ്ടിയും മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ്. ഫിക്സഡ് പ്രൈസാണ് അതിലിട്ടത്. പക്ഷെ എല്ലാം നല്ലോണം റേറ്റ് കുറച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാ സെഗ്മെൻറ്റും ഉണ്ട് കേട്ടോ. ഇവിടെ ഫോർച്യൂണർ അടക്കമുണ്ട്, ഫോർഡിൻ്റെ വണ്ടികളുണ്ട്, ഹോണ്ടയുടെ വണ്ടികളുണ്ട്, ഷെവർലെ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ വാഹനങ്ങളും ലഭ്യമാണ്. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുത്തത്. ലൊക്കേഷന് കോഴിക്കോട് നിന്ന് മലാപ്പറമ്പ് വരാം. മലാപ്പറമ്പ് നിന്ന് വയനാട് റോഡിൽ വെള്ളിമാട് കുന്ന് എത്തുന്നതിന് മുന്നേ പാറോപ്പടി എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പ്. പാറോപ്പടി ബസ് സ്റ്റോപ്പിന് നേരെ ഓപ്പോസിറ്റ് അതാണ് ലൊക്കേഷൻ. സൂപ്പർ വീൽസ് ഷോറൂമിൻ്റെ പേര്. ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം ഷെയർസ് കൊടുക്കാനും നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഓക്കെ, വെൽക്കം. ആദ്യ വാഹനം ഹോണ്ട സിറ്റിയാണ്. KL71 രജിസ്ട്രേഷൻ. പക്ഷേ ഇത് റീവണ്ടിയാണോ? റീവണ്ടിയാണ്. ഇത് MH റീവണ്ടിയാണ്. നിലമ്പൂരാണ് രജിസ്ട്രേഷൻ വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് വെച്ചാൽ 2017 ഹോണ്ട സിറ്റി SV ആണ് വേരിയന്റ്. SV എസിന്റെ മുകളിലുള്ള ഓപ്ഷൻ. എസിന്റെ മുകളിൽ വീടിന്റെ താഴെ അതിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, എയർ ബാഗ്, ABS, അത്ര ഫീച്ചേഴ്സ് വരും. അതിൽ AC കൺട്രോൾ, ക്ലൈമറ്റ് AC ആണ് വരും, ക്രൂസ് കൺട്രോളും വരും, സ്റ്റിയറിംഗ് കൺട്രോളും വരും. എക്സ്ട്രാ ആയിട്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, അലോയ്സ് ഇട്ടിട്ടുണ്ട്, 4 ടയേഴ്സും ഫ്രഷ് ടയേഴ്സ് ആണ്. ഈ വണ്ടി നമ്മൾ 2 വീഡിയോ മുന്നേ ബാക്കിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിത് തൽക്കാലം യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തത്. ഓക്കെ. അപ്പോൾ പിന്നെ വേറെ ഒരു പ്രീമിയം വണ്ടി ഇപ്പോൾ എടുത്ത്, അപ്പോൾ അങ്ങനെ അത് സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചു. യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. ഞാൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പുതിയ മേടിച്ചിട്ട്. മോഡൽ ഏതാ? മോഡൽ 17 ന്യൂ ഷേപ്പിൽ വരുന്ന വാഹനം. എത്ര ഓടിയിട്ടുണ്ട് ഇപ്പോൾ? മീറ്ററിലുള്ളത് 99,000 ലാസ്റ്റ് കമ്പനിയിൽ 82,000 വരെ വിസിറ്റ് ഉണ്ട്. അത് ഏത് വർഷമാണ്? 2022 അപ്പോൾ നമ്മൾ കിലോമീറ്റർ ചെറിയ എന്തോ മാറ്റേണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ല. കിലോമീറ്റർ കറക്റ്റ് ആണോ പറയുന്നില്ല, പക്ഷേ മിക്കവാറും ആവാനാണ് സാധ്യത. ഓക്കെ. പിന്നെ ഇൻഷുറൻസ് ഞാൻ പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് 1 വർഷത്തേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ. വേറെ അതിൻ്റെ പേഴ്സണലി ഉപയോഗിച്ചല്ലേ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഏകദേശം ഹൈവേയിൽ ഒരു 23 കിലോമീറ്റർ മൈലേജും കിട്ടുന്നുണ്ട്. ടൗണിൽ ഒരു 18 കിലോമീറ്റർ വരെ ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജും ഉണ്ട്. അങ്ങനെ മെക്കാനിക്കലി വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. 17 SV ആണ് ഓപ്ഷൻ വരുന്നത്. ക്രൂസ് കൺട്രോൾ എല്ലാം വരുന്ന വാഹനമാണ്. എഞ്ചിൻ ഓയിൽ മാറാനുണ്ട്. അത് ഞാൻ ഡെലിവറി എടുക്കുന്ന സമയത്ത് പുതിയ എഞ്ചിൻ ഓയിൽ ഒഴിച്ചു കൊടുക്കും. വേറെ പ്രത്യേകിച്ച് ഇനി അടുത്ത 10,000 സർവീസ് ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ പ്രൈസിങ് എങ്ങനെയാണ്? ഇത് ഒരു പ്രോഫിറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ലെവലിൽ കൊടുക്കുക. കാരണം വണ്ടി എനിക്ക് 4-5 മാസം ഉപയോഗിക്കാൻ കിട്ടി. അപ്പോൾ അതൊക്കെ കുറച്ചിട്ട് കൊടുക്കാം. അതൊക്കെ കുറച്ചിട്ട് ഡീലറിന് കൊടുക്കില്ല, കസ്റ്റമറിനെ കൊടുക്കുള്ളൂ. ഈ പ്രൈസ് കേട്ടാൽ കുറേ ഡീലർമാർ വരും. അപ്പം നമ്മൾ കസ്റ്റമറിനെ കൊടുക്കുള്ളൂ. കാരണം RC ട്രാൻസ്ഫർ നിർബന്ധമാണ്. ഓക്കെ. ഓണർഷിപ്പ് നിലവിൽ ഇപ്പോൾ 3rd ആണ്. ഇത് ഓഫർ പ്രൈസ് ആയിട്ട് 4,98,000 രൂപ കൊടുക്കാം. 498.
98 498-ന് 2017 SV ഡീസൽ ഹോണ്ട സിറ്റി നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിൽ തന്നെ 2022 വരെ കമ്പനി സർവീസും വരുന്നുണ്ട്. അത്രയും സർവീസ് പോയിട്ടുണ്ട്. അതിൽ പുതിയ ഇൻഷുറൻസ് 4 ടയേഴ്സ് അടിപൊളി, അലോയ്സ് എല്ലാം വരുന്ന വാഹനമാണ്. അപ്പോൾ 498-ന് സ്വന്തമാക്കാം. കേരള നമ്പർ ആയി കഴിഞ്ഞ് ഇനി ഒന്നും ചെയ്യാനില്ല. പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിലവിൽ വണ്ടി വാഷോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഉപയോഗിക്കുന്ന വണ്ടിയെ കൊണ്ട് ലോൺ എത്ര കയറും? ലോണ് 4.5 ലക്ഷം രൂപ എന്തായാലും കയറും. 4.5 കയറും. വെറും 50,000-ന് കണ്ട ഇറക്കാൻ പറ്റും അല്ലേ? അടിപൊളി ഒരു ഡീസൽ സെഡാൻ വാഹനം. കാരണം ഇതിന്റെ മാർക്കറ്റ് അതൊന്നുമല്ല, അതുകൊണ്ടാണ് 4.5 ലക്ഷം രൂപ ലോൺ കയറുന്നത്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനമാണ് KL 7 രജിസ്ട്രേഷനുള്ള ആദ്യത്തെ ഏതാ വാഹനം? i10. അത് തന്നെ i10 ആണ് അടുത്തത്. എങ്ങനെ ഡീറ്റെയിൽ ഞാൻ ഇത് 2009 മോഡൽ i10. 2009 ഒക്ടോബർ i10 ആണ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ കസ്റ്റമർ വണ്ടി കാണിച്ചു. നമ്മൾ വീഡിയോ ചെയ്ത അടുത്ത ദിവസം തന്നെ ഇതൊക്കെ മഴയൊക്കെ സംഭവിച്ചു, പ്രളയവും കാര്യമൊക്കെ സംഭവിച്ചു, വയനാട് ദുരന്തം ഒക്കെ സംഭവിച്ചു. അതിനുശേഷമാണ് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അവിടെയൊക്കെ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ മൊത്തത്തിലായി. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ 2009 മോഡൽ i10 കാപ്പ എഞ്ചിൻ വരുന്ന മാഗ്ന വേരിയന്റ് ആണ്. അത് ഒക്ടോബർ ആണ് വണ്ടി വരുന്നത്. അപ്പോൾ ഒക്ടോബറിൽ റിന്യൂവലും കാര്യങ്ങളൊക്കെ വരും. മാഗ്ന മിഡിൽ ഓപ്ഷൻ ആണ്. ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരും. സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. സ്റ്റീരിയോ ഉണ്ട്. പേപ്പറിന്റെ അവസ്ഥ? പേപ്പർ ഒക്ടോബറിൽ പേപ്പർ തീരും. ഒക്ടോബറിൽ റിന്യൂവൽ എടുക്കണം. അത് 2 റേറ്റ് നമുക്ക് പറയാം. റിന്യൂവൽ എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കോഴിക്കോട് എൻ്റെ അടുത്തുള്ള ഏരിയ കാണിച്ചാൽ നമുക്ക് റിന്യൂവൽ എടുത്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ദൂരമുള്ള ആൾക്കാർ കാണിച്ചാൽ അത് നടക്കില്ല. അപ്പോൾ RC പേര് മാറ്റി അങ്ങനെ കൊടുക്കാം. അവരവിടെ നിന്ന് റിന്യൂവൽ എടുക്കാം. അപ്പം റിന്യൂവൽ എടുത്തിട്ടുള്ള റേറ്റും അല്ലാത്ത റേറ്റും ഞാൻ പറയാം. ഇതിൻ്റെ അകത്ത് വേറെ വർക്കൊന്നും ചെയ്യാനില്ല. നമ്പർ പ്ലേറ്റ് വരെ മറ്റേ റിന്യൂവൽ എടുക്കാനുള്ള ആ സ്റ്റാൻഡേർഡ് നമ്പർ പ്ലേറ്റ് വരെ ചെയ്തിട്ടുണ്ട്. ടയർസ് കാര്യങ്ങൾ 4 നല്ലതാണ്. ലൈറ്റ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. വൈപ്പർ കാര്യങ്ങൾ എല്ലാ സാധനം ഫിറ്റ് ആണ്. ഒന്നുമില്ല. റിന്യൂവൽ എടുക്കാം. ലെവലിലുള്ളത് റിന്യൂവൽ എടുക്കാതെ നമുക്ക് 99,000 രൂപ കൊടുക്കാം. 99,000. റിന്യൂവൽ എടുക്കാന്ന് വെച്ചാൽ 1,15,000 കൊടുക്കാം. 1,15,000 അല്ലെങ്കിൽ 99,000 റിന്യൂവൽ എടുക്കാണ്ട് 1,15,000 റിന്യൂവൽ എടുത്തിട്ട് 2009 മാഗ്ന i10 നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോണും കാര്യമൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ലോണും കാര്യങ്ങളൊന്നും കിട്ടില്ല. മൈലേജ് ഏകദേശം ടൗണിൽ ഒരു 14, ഹൈവേയിൽ ഒരു 16 വരെയും കിട്ടും. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ 95,000. ടൗണിൽ 14 കിട്ടുമോ? 13-14 കണ്ടായിരുന്നു. കമ്പനിയെ പോയിട്ടും ആരാധകർ ഏറെയുള്ള വാഹനം ഷെവർലെ ക്രൂസ് ആണ് അടുത്തത്. KL 45 രജിസ്ട്രേഷൻ. ഡീസലാണോ? ഡീസൽ. ഇത് ഡീസൽ മാത്രമേ ഇറങ്ങിയുള്ളൂ, പെട്രോൾ ഇല്ല. പെട്രോൾ ഇറങ്ങിയില്ല. ഡീസൽ മാത്രം. ഇത് 2009 മോഡൽ 10 രജിസ്ട്രേഷൻ ക്രൂസ് LTZ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 9 മോഡൽ 10 രജിസ്ട്രേഷൻ. 10 ജാനുവരി രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ്റെ അത് സൺറൂഫ് വരും, ക്രൂസ് കൺട്രോൾ അങ്ങനത്തെ സാധനങ്ങൾ വരും. അതിൽ ഡ്യുവൽ എയർ ബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ലെതർ സീറ്റ്, പ്ലസ് അതിൽ എക്സ്ട്രാ ആയിട്ട് ആൻഡ്രോയിഡ് സീരിയൽ റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസറും ഉണ്ട് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. സൺറൂഫ് ഒക്കെ പ്രോപ്പർ വർക്കിംഗ് ആണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 2009 മോഡൽ, 3rd ഓണർ, 88,000 കിലോമീറ്റർ ഓടിയത്. ടയർസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടയർസ് ഉണ്ട്. ഇൻഷുറൻസ് ഫുൾ കവർ എടുത്തിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് 2,25,000 രൂപ അടിയിൽ പുതിയ ഇൻഷുറൻസ് ഉണ്ട്. വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കാനില്ല. ക്ലച്ചും കാര്യങ്ങളൊക്കെ നല്ലതാണ്. 25 റിന്യൂവൽ വരും അല്ല? 10 25 റിന്യൂവൽ വരും. ഇത് എത്ര കൊടുക്കാം? റേറ്റ് നമുക്ക് 1,88,000 രൂപ കൊടുക്കാം. 1,88,000. 1,88,000 2009 മോഡൽ 10 രജിസ്ട്രേഷൻ ക്രൂസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനമാണ്. അതിൽ ഇൻഷുറൻസ് പുതിയതുണ്ട്. റിന്യൂവൽ എടുക്കാൻ ഒരു 13,000 രൂപ ചിലവ് വരും. അത് അടുത്ത വർഷം ജാനുവരിയിലാണ് വരിക. ഏകദേശം എത്ര മൈലേജ് കിട്ടും? മൈലേജ് ഒരു 12 മുതൽ 15 വരെ. 15 വരെ. 2 ലിറ്റർ എഞ്ചിനാണ്, അതുകൊണ്ടാണ് പവർ പെർഫോമൻസും കാര്യങ്ങളും. പെർഫോമൻസ് ആണ് മെയിൻ ഇതിന്റെ. പ്രീമിയം ആ കാലത്തുള്ളതിൽ ഒരു പ്രീമിയം വണ്ടി തന്നെയാണ്. ഓടിക്കാനും കാര്യങ്ങളൊക്കെ അത്രയും കംഫർട്ട് ഉണ്ട്. തീർച്ചയായും വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നോക്കിയിട്ട് എടുക്കാം. കിലോമീറ്റർ നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ എത്ര ഉണ്ട്? കിലോമീറ്റർ അതിൽ 88 ഉള്ളത്. മിക്കവാറും കറക്റ്റ് ആയിരിക്കും. വണ്ടിന്റെ ഒരു ക്വാളിറ്റി കണ്ടിട്ട് ഞാൻ ചെക്ക് ചെയ്തില്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എന്തായാലും. വണ്ടി ഫാൻസി നമ്പറാണ്. 3000 ആണ് നമ്പർ. 3000. ഓക്കെ. എന്തായാലും അടുത്ത വണ്ടിയിലേക്ക് നമ്മൾ നേരത്തെ ഒരു ഹോണ്ട സിറ്റി കണ്ടു. ഇനി പഴയ ഹോണ്ട സിറ്റിയിലേക്ക് പോകാം. ഡോൾഫിൻ ഷേപ്പാണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അല്ലേ? ഓക്കെ. ഇത് 2005 മോഡൽ 6 രജിസ്ട്രേഷൻ വണ്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വെച്ചാൽ കുറെ കാലം ഒന്നായിട്ടില്ല ചെയ്തിട്ട്. ഏകദേശം ഒരു 2 ആഴ്ച അതിൻ്റെ ഉള്ളിലായിരുന്നു. പറഞ്ഞല്ലോ ഈ പ്രാവശ്യം മഴ ഫ്ലഡൊക്കെ ആയതുകൊണ്ട് ആർക്കും വരാനൊന്നും പറ്റില്ല. ഫ്ലഡ് വെച്ചാൽ ഇവിടെ ഒന്നും ഫ്ലഡ് വന്നിട്ടില്ല. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ മൊത്തത്തിൽ പറഞ്ഞാണ് പലർക്കും വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറെ ആൾക്കാർ വിളിച്ച സമയത്ത് വീട്ടിന്റെ ഭാഗത്തൊക്കെ വെള്ളം എനിക്കും വരാൻ പറ്റില്ല. ഷോപ്പ് തന്നെ തുറന്നിട്ടുണ്ടായിരുന്നു 2-3 ദിവസം. ഓക്കെ. ഇങ്ങോട്ടേക്ക് ഒന്നും വെള്ളം കയറില്ല കേട്ടോ. ഹൈറ്റുള്ള സ്ഥലമാണ്. ഓക്കെ, പറഞ്ഞോളൂ. എങ്ങനെ? ഇത് 2005 മോഡൽ 6 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ 26 ജാനുവരി വരെ പേപ്പർ ഫിറ്റ് ആണ്. ഓക്കെ. ഹോണ്ട സിറ്റി ZX GXI
ആ കാലത്തുള്ളത് ഫുൾ ഓപ്ഷൻ വണ്ടി. അന്ന് എയർ ബാഗ് ABS ഒന്നും വന്നിട്ടില്ല. ആ കാലത്തുള്ള ഫുൾ ഓപ്ഷനാണ്. പിന്നെ 2008 എയർ ബാഗ് ABS ഒക്കെ വരുന്ന വണ്ടി വരുന്നത്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, റിമോട്ട് സെൻട്രൽ ലോക്ക്, എല്ലാം വർക്കിംഗ് സിസ്റ്റം, എല്ലാ സാധനവും അതറിഞ്ഞാൽ മതി. സൈഡ് മിറർ ഇലക്ട്രോണിക് അതുവരെ വർക്കിംഗ്, എല്ലാ സാധനം വർക്കിംഗ്. ഓക്കെ. ഇത് കിലോമീറ്ററും കറക്റ്റാണ്. 1,18,000 കിലോമീറ്ററാണ് ഓടിയത്. കമ്പനിയിൽ 60,000 കിലോമീറ്റർ വരെ വിസിറ്റ് ഉണ്ട്. ഹിസ്റ്ററി ഞാൻ എടുത്തതാണ്. ഒരു കസ്റ്റമർ വിളിച്ചപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി ഞാൻ എടുത്ത് കിലോമീറ്റർ വരെ കറക്റ്റാണ്, കിലോമീറ്റർ ആണ്. പിന്നെ ടയേഴ്സ്, ഫ്രണ്ടിൽ 2 ടയേഴ്സ് ഒരു 70%, ബാക്കിലെ ടയേഴ്സ് ഒരു 50%. ടയേഴ്സ് കുറച്ച് കുറവുണ്ട് ബാക്കിൽ. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഹോണ്ടയുടെ എഞ്ചിനാണ്, പെട്രോൾ എഞ്ചിൻ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വലിയ സാധാ ഒരു ഓയിൽ സർവീസ് നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ, ഒരു 8,000 കിലോമീറ്ററിലോ 10,000 കിലോമീറ്റർ ഓടുമ്പോൾ നിങ്ങൾ ഓയിൽ സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ലൈഫ് ലോങ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഏകദേശം നമ്മൾ ടൊയോട്ടൻ്റെ വണ്ടികൾ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു എഞ്ചിനാണ് ഹോണ്ടയുടെ. വേറെ രാജ്യത്തുള്ള ആൾക്കാർ ഒക്കെ നോക്കിയാറുണ്ടോ ഇത് അവിടെയൊക്കെ എത്രയോ കാലമായിട്ട് കംപ്ലൈൻറ്റ്സ് വളരെ കുറവാണ്, മെയിൻ്റെനൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇത് എത്ര കൊടുക്കാം? 2026 വരെ പേപ്പർ നിലവിലുണ്ട്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഓഫർ പ്രൈസ് ഒരു 99,000 രൂപ കൊടുക്കാം. 99,000 രൂപയ്ക്ക് ഈ ഒരു ഹോണ്ട സിറ്റി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ 2026 വരെ പേപ്പറിലെ ഫുൾ കണ്ടീഷൻ, അതായത് എല്ലാം വർക്കിംഗ് ആണ് വാഹനം. ഒരു റീപ്ലേസ്മെന്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. കുറച്ച് പെയിന്റ് ടച്ചപ്പും കാര്യങ്ങളും സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. വേറെ വണ്ടിക്ക് പ്രശ്നം മെക്കാനിക്കലിയൊക്കെ നല്ല ഫിറ്റ് ആണ്. ഓക്കെ, വില നല്ല ചാൻസ് ആണ്. ഓക്കെ, 99,000. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു ഹോണ്ട വാഹനം, ഹോണ്ട WRV KL58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2017 ഹോണ്ട WRV പെട്രോൾ S എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഇതിൽ 2 ഓപ്ഷനാണ് വരുന്നത്. എസും വരുന്നുണ്ട്, VX വരുന്നുണ്ട്. അതിൽ S ആണിത്. ഓക്കെ. അതിൽ എസിൽ തന്നെ ഡ്യുവൽ എയർ ബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗ് കൺട്രോൾ, ഇലക്ട്രിക് മിറർ, അത്രയും സാധനങ്ങൾ വരും. 2017 ലാസ്റ്റ്. ഓക്കെ. എക്സ്ട്രാ ആയിട്ട് കസ്റ്റമർ എലോയ്സ് വിട്ടിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് നാവിഗേഷനും ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡാണ്. കിലോമീറ്റർ 52,000 ആണ്. 52,000. 2017 നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഹോണ്ട പെട്രോൾ സർവീസും ചെയ്തിട്ടുണ്ട്, കമ്പനിയിൽ സർവീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബില്ലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹോണ്ട പെട്രോൾ എഞ്ചിനാണ്. ഏവറേജ് ഒരു മൈലേജ് 12 to 16 റേഞ്ചൊക്കെ റേഞ്ചിലെ മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ. തലണം പോലെ ഓടിച്ചാൽ 18 കിട്ടുന്നുണ്ടാവും. പക്ഷേ ആവറേജ് ആയിട്ട് ഒരു 12-16 ലെവലിൽ നമുക്ക് എത്ര കൊടുക്കും? 5,400 കൊടുക്കാം. അതിൽ ഏകദേശം ഒരു 4.25 വരെ ലോൺ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. 5,25,000 രൂപയ്ക്ക് 2017 S ഓപ്ഷൻ WRV നിങ്ങൾക്ക് സ്വന്തമാക്കാം. ജാസിന്റെ റേറ്റ്. അതെ, ജാസിന്റെ റേറ്റിലൊരു WRV സ്വന്തമാക്കാം. 5 സീറ്റർ വാഹനം തന്നെയാണ്. ഓക്കെ. ലോൺ ഒരു മാക്സിമം കിട്ടുന്നുണ്ട്. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് 50,000 കണ്ടാൽ മതി. 50 to 70,000 കണ്ടാൽ ഇറക്കാനും പറ്റും. സർവീസ് കോസ്റ്റ് ആവറേജ് ഒരു 4,000-5,000 കമ്പനി ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തൊരു ബീറ്റാണ്. ഇതൊരു പൊട്ടിച്ച വിലയ്ക്ക് നിങ്ങൾക്ക് തരാൻ പോവാണ്. അങ്ങനെയാണ് അനു എന്നോട് ഇപ്പോൾ പറഞ്ഞത്. KL55 രജിസ്ട്രേഷൻ ആണ്, തിരൂർ രജിസ്ട്രേഷൻ. പറഞ്ഞോളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2010 VT പെട്രോൾ, 93,000 ഓടി LS. 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സിസ്റ്റം, അത്ര സാധനങ്ങളാണ് വരിക. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ടയർ 4 ബ്രാൻഡ് ന്യൂ ടയർസ് ഉണ്ട്. ബാറ്ററി പുതിയതാണ്. അപ്പോൾ വേറെ പണികളൊന്നുമില്ല അല്ലേ? വലിയ പണികളൊന്നുമില്ല. ചെറിയ സസ്പെൻഷൻ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഏറെക്കുറെ നല്ല വണ്ടിയാണ്. ഇതിന്റെ റേറ്റ് ആണ് ഹൈലൈറ്റ്. എത്ര കൊടുക്കാം? 79 രൂപ കൊടുക്കാം. 79,000 രൂപയ്ക്ക് 2010 പെട്രോൾ ബീറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇപ്പറഞ്ഞ സാധനങ്ങളെല്ലാം വർക്കിംഗ് ആണ്. ന്യൂ ബാറ്ററി എല്ലാം ഇട്ടിട്ടുണ്ട്. ഒരു അടിപൊളി ബീറ്റ് വെറും 79,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. ലോണും കാര്യം ഒന്നും കിട്ടൂല, അതൊന്നും പ്രതീക്ഷിക്കേണ്ട. ലോൺ ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് കഷ്ടമായിരിക്കും, കിട്ടൂല. ഓക്കെ. അപ്പോൾ താല്പര്യം പെട്ടെന്ന് വിളിച്ച ഒരു വമ്പൻ ഓഫറാണ്. മൈലേജ് ആവറേജ് എന്തായാലും ഒരു 13-15 വരെ മൈലേജും കിട്ടും. പിന്നെ ഇത് ചോദിച്ചിട്ട് ഡീസൽ ബീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും കുറെ ആൾക്കാർ. ഇത് കണ്ടിട്ട് ഡീസൽ ബീറ്റ് കഴിയുന്ന എടുക്കരുത്, അതിന് ഇഞ്ച് മണി കാര്യങ്ങളൊക്കെ വരും. എടുക്കുകയാണെങ്കിൽ പെട്രോൾ ബീറ്റ് എടുക്കാം. ഡീസൽ ബീറ്റ് ചിലപ്പോൾ ഇതിലും കുറച്ച് കിട്ടിയെന്ന് വരും. പക്ഷെ അത് എടുത്താൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. നമ്മൾ സമാധാനമായിട്ട് ഓടിക്കാം. അതേ വ്യത്യാസമുള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് അടുത്തൊരു എറ്റിയോസ് ആണ്. KL65 രജിസ്ട്രേഷനുള്ള ടൊയോട്ട എറ്റിയോസ് സെഡാൻ വാഹനം. 65 തിരൂരങ്ങാടിയാണ്, മലപ്പുറം ജില്ല. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2011 മോഡൽ, 12 രജിസ്ട്രേഷൻ. ഓക്കെ. ഒറിജിനൽ കേരള വണ്ടിയാണ്. കേരള വണ്ടി 1,70,000 കിലോമീറ്റർ ഓട്ടുണ്ട്. ചെറിയ സർവീസ് ആയിരിക്കും അല്ലേ? കമ്പനി സർവീസ് അല്ല, പക്ഷേ കിലോമീറ്റർ കറക്റ്റാണ്. ഓക്കെ. ഇടക്കിടക്ക് ഇങ്ങനെ കമ്പനിയിൽ കയറലുണ്ട്. സർവീസ് പുറത്തുനിന്നാണ് ചെയ്യുന്നത്. 170 ഓടിയിട്ടുണ്ട്. അതിൽ 3rd ഓണറാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, എയർ ബാഗ്, ABS. GDSP എന്ന് പറഞ്ഞ വേരിയന്റാണ്. GDSP. ഓക്കെ. ഡീസലാണ്. നല്ല മൈലേജ് കിട്ടും. നല്ല മൈലേജ് 20+ മൈലേജും കിട്ടും. പിന്നെ പല ആൾക്കാർക്ക് ഉപജീവന മാർഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. ടാക്സിയും അങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ. GDSP അതിനെ കൊണ്ട് ഈ വണ്ടിക്ക് ഒരു ചെറിയൊരു തട്ട് സംഭവിച്ചപ്പോൾ ഒരു കോ പാസഞ്ചർ എയർ ബാഗ് ഓപ്പൺ ആയി പോയിട്ടുണ്ട്.
ഈ സൈഡിലുള്ള എയർ ബാഗ് ഓപ്പൺ ആയി. എയർ ബാഗ് പൊട്ടിയിട്ടുണ്ട്. അതിൽ എയർ ബാഗ് ഇട്ടിട്ടില്ല, ഡാഷ് മാറ്റി അങ്ങനെ തന്നെയുള്ള 2015 സംഭവിച്ചാണ്. അത് കമ്പനി നല്ല ചെയ്തത്, പുറത്തുനിന്നാണ് ചെയ്തത്. മേജർ ആക്സിഡന്റ് ഒന്നല്ല, ഞാനത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ബോണറ്റ് നോക്കി നോക്കാം. ഒന്ന് നോക്കുന്നുണ്ട്. ഇതിൽ ആപ്രോണ് കാര്യങ്ങൾ ഒന്നും വർക്ക് എടുത്തില്ല. ബോണറ്റിന്റെ ആപ്രോണ് കാര്യങ്ങളൊക്കെ ക്ലീൻ ആണ്, ഒരു പ്രശ്നമില്ല. നോക്കിയിട്ട് ഈ ബോണറ്റിന്റെ ഈ ഭാഗത്ത് ചെറിയ വർക്ക് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. പേസ്റ്റിംഗ് പൊട്ടിയിട്ടുണ്ട്, അവിടെ പേസ്റ്റിംഗ് പൊട്ടിയിട്ടുണ്ട്. എയർ ബാഗിന്റെ സെൻസർ കാണിച്ചാൽ നേരെ ഇവിടെ തന്നെയാണ് വരുന്നത്, ഈ ബോണറ്റിന്റെ നേരെ ഇവിടെ വരുന്നത്. ഈ ഭാഗത്ത് അടി കുടുങ്ങിയിട്ട് കോ പാസഞ്ചർ എയർ ബാഗ് ഓപ്പൺ ആയി പോയിട്ട്. അത്ര ചെറിയൊരു അടിക്ക് ഓപ്പൺ ആവും അല്ലേ? പക്ഷെ ബോണ്ട് റീപ്ലേസും ഇല്ല, ബോണറ്റിന്റെ ആ പേസ്റ്റിംഗ് പൊട്ടിയിട്ട്. ഇതെല്ലാ വണ്ടിക്കും ഇവിടെ തന്നെ വരുന്നത്? അല്ല, എല്ലാ വണ്ടിക്കും എറ്റിയോസിന് ഇവിടെ വരുന്നത്. ഓരോരോ വണ്ടിക്ക് ചില സ്ഥലത്തൊക്കെ ഈ താഴോട്ടൊക്കെ വരിക, ഇതിന് എറ്റിയോസിന് ഇവിടെ വരുന്നത്. അതായത് ഈ ക്രോസ് മെമ്പറിന്റെ ഇവിടെ തന്നെയാണ് എയർ ബാഗിന്റെ സെൻസർ വരുന്നത്. ഈ ഒരു ഭാഗത്ത് ചെറുങ്ങനെ അടി കിട്ടിയപ്പോൾ തന്നെ സാധനം എയർ ബാഗ് പൊട്ടി എന്നാണ് പറയുന്നത്. ഇവിടെ വർക്ക് എടുത്തിട്ടുണ്ട്, അത് റീപ്ലേസും അല്ല, വർക്ക് എടുത്താണ് ബോണറ്റ്. ആപ്രോണൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ക്ലീൻ ആണ്, ഒരു പ്രശ്നമില്ല. ബാറ്ററി പുതിയതാണ്, അല്ലേ? വേറെ വണ്ടി. അപ്പോൾ ആ ഒരു അപാകത മാത്രം ബോണറ്റ് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് അതിന്റെ ശരി. അതത്രേ ഉള്ളൂ, പറഞ്ഞിട്ടേ കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ പറയാതെ കൊടുത്താൽ ഞാനൊരു കൂടി വരേണ്ടി വരും. അതെ. അപ്പോൾ നമ്മളൊരു ആക്സിഡന്റ് വണ്ടി എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കാം. ഞാനത് എഗ്രിമെന്റിൽ ആക്സിഡന്റ് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടേ ഞാനത് കൊടുക്കുള്ളൂ. ഓക്കെ. അപ്പോൾ അത് എഴുതിയിട്ട് മേജർ അടി വന്നിട്ടില്ല, പക്ഷെ എന്ത് നിർഭാഗ്യവശാൽ എയർ ബാഗ് ചാടിയിട്ടുണ്ട്. കോ പാസഞ്ചർ എയർ ബാഗ് ആണ്, ഡ്രൈവർ സൈഡ് അല്ല. അത് റീപ്ലേസും ചെയ്തിട്ടില്ല, അതായത് അതേപോലെ തന്നെ ഉള്ളത്. അതേപോലെ തന്നെ എയർ ബാഗ് മാറ്റാണ്ട് വെച്ചേക്കാണ്. അപ്പോൾ എത്ര കൊടുക്കും? ഈ വണ്ടി നമ്മൾ റീവണ്ടിനെക്കാട്ടും റേറ്റ് കുറച്ച് കൊടുക്കും. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് 2,95,000 ഫൈനൽ നമുക്ക് കൊടുക്കാം. 2,95,000 രൂപയ്ക്ക് 2011 മോഡൽ 12 രജിസ്ട്രേഷൻ 1,70,000 സംതിങ് ഓടിയ ഡീസൽ GDSP എറ്റിയോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. കേരള വണ്ടിയാണ്, കേരള വണ്ടി. ഈ ഒരു അപാകത മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഓക്കെ അല്ലേ? ആയിരുന്നെങ്കിൽ ഈ വണ്ടിന്റെ എയർ ബാഗ് ഓപ്പൺ മേലെ സെൻസർ വന്ന്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചത് ഓരോന്നും. ഓക്കെ, അത്രേ ഉള്ളൂ. ലോൺ കിട്ടൂലേ? ഫുൾ ലോൺ കയറുമോ? ഇല്ല, ആ ഒരു ഇയർ പഴക്കം കൊണ്ടല്ലേ, വർഷത്തിന്റെ പഴക്കം കൊണ്ടാണ്, വേറെ ഒന്നുമില്ല. അടുത്തൊരു ടെസ്റ്ററാണ്, KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ഡീറ്റെയിൽ? 2013 റെസ്റ്റർ 85 RXL മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. 2013 നല്ല മൈലേജ് ഉണ്ടാവും, ഒരു 18 റേഞ്ച് മൈലേജ് കിട്ടും. കാര്യമായ പണിയും വരില്ല. വട്ടനിലേക്ക് വരുമ്പോൾ പണിയും വരും, അതേപോലെ തന്നെ അതിന് പവറും വ്യത്യാസം ഉണ്ടാവും. പവർ കൂടുതൽ, നല്ല പവർ ഉണ്ടാവും. അതാ പറഞ്ഞത്, ഓരോന്ന് കൂടുമ്പോൾ അതിൻ്റെതായ പണികളുണ്ടാവും. വണ്ടിന് നല്ല പവർ ഉണ്ടാവും, പക്ഷെ മൈലേജ് കുറയും. ഇഞ്ചക്ടറിന് പണി വരും. 85 പവർ കുറവായിരിക്കും, മൈലേജ് ഉണ്ടാവും, പണിയും വരില്ല. 85 മാർക്കറ്റ് ഉണ്ട്, അതാണ് അതിന്റെ വ്യത്യാസം. ഓക്കെ, എങ്ങനെയാ ബാക്കി? 13 റെസ്റ്റർ 85 സെക്കൻഡ് ഓണർ 1.12 ഓട്ടം. അതിൽ 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ് കൺട്രോൾ, അതാ വരിക. ആൻഡ്രോയിഡ് സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം വണ്ടി കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല, വീട്ടിന്റെ ഭാഗത്തൊക്കെ വെള്ളം കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതിന് കുറേ ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി കൊടുത്തിട്ടില്ല, അവൈലബിൾ ആണ്, കാണുന്ന ആൾക്കാർ വിളിച്ചോളൂ. ഇത് നമുക്ക് ഫൈനലായിട്ട് 3,55,000 കൊടുക്കാം. 3,55,000 2013 85 ഡസ്റ്റർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2,75 മുതൽ 3 ലക്ഷം രൂപയുടെ അടുത്ത് വരെ ലോണും കിട്ടും. മാക്സിമം ലോണുണ്ട്, മാക്സിമം ലോൺ നോക്കാനില്ല. വിളിച്ചോളൂ, കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടാത്തവരുണ്ട്, വിളിക്കുക. മഴയായതുകൊണ്ടാണ് പറ്റാണ്ടെന്ന്, സോറി, എല്ലാവരും ക്ഷമിക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. സെലറിയോ, മാരുതി സുസുക്കി സെലറിയോ, KL 41 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 സെലറിയോ, 19 ലാസ്റ്റ്. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ. ഇത് സെലാരിയോന്റെ ടൂർ എന്ന് പറഞ്ഞ വേരിയന്റ്, CNG ഉള്ള വണ്ടിയാണ്. അതിൽ ഫീച്ചേഴ്സ് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഒരു എയർ ബാഗും ഉണ്ടാവും, ABS ഉണ്ടാവും, റിവേഴ്സ് സെൻസറും ഉണ്ടാവും. എക്സ്ട്രാ ആയിട്ട് ടച്ച് സ്ക്രീൻ, സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും എല്ലാം ആയി കഴിഞ്ഞു, ഇനിയൊന്നും അതിൽ ആഡ് ചെയ്യാനില്ല. ഓക്കെ, കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 65,000 കിലോമീറ്റർ. ഓക്കെ, 2019 5 വർഷം കൊണ്ട് 65,000, ചെറിയൊരു വ്യത്യാസം. ഓക്കെ, ഇത് CNG ഉള്ള വണ്ടിയാണ്, അതാണ് ഇതിന്റെ. എത്ര കിട്ടുന്നുണ്ട് CNG? ഒരു 600 രൂപയ്ക്കൊക്കെ അടിച്ചാൽ ഏകദേശം ടൗണിൽ ഒരു 180 കൊടുക്കും. 180 കിലോമീറ്റർ ഓടും. അത് ഹൈവേ ആണെങ്കിൽ ഒരു 230-240 കിലോമീറ്റർ വരെ ഓടും. 600 രൂപക്കൊക്കെ അടിച്ചാൽ 700 രൂപേന്റെ CNG ആണ് അതിനകത്ത് മാക്സിമം കൊള്ളാം. ഓക്കെ, അത് ഫുള്ള് വെച്ചിട്ട് ഞാൻ അടിച്ചു നോക്കിയില്ല. 600 രൂപേന്റെ CNG ഞാൻ അടിച്ചത്. അപ്പോൾ ആ 600 രൂപേന്റെ CNG ഇത്രയാണ് ഇവിടെ. 700 രൂപയ്ക്ക് അടിച്ചാൽ അതിന് മുകളിൽ ഓടും. 600 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചാൽ കിട്ടുക 5 ലിറ്റർ പെട്രോൾ, അല്ല 5.25 ലിറ്റർ പെട്രോൾ കിട്ടും.
5.4 കിട്ടുമെന്ന് വെച്ചാൽ ഒരു 60 കിലോമീറ്റർ മൈലേജ് കിട്ടും കൂടി വന്നാൽ. 60 ഒരു 60-70 വരെ മൈലേജ്. സോറി, 70 മൈലേജ് അല്ല പറയുന്നത്, കിലോമീറ്റർ. കിലോമീറ്റർ ഓടാൻ പറ്റും അത്രയും. അപ്പോൾ എന്താ പറയാ, നല്ല മൈലേജ് വ്യത്യാസം ഉണ്ടാവും പെട്രോളിനെ കമ്പയർ ചെയ്യുമ്പോൾ. പെട്രോളും ഉണ്ടല്ലോ, രണ്ടും ഉണ്ടല്ലോ. 30 ലിറ്ററിന്റെ ടാങ്ക് ഉണ്ടാവും, 35 ലിറ്ററിന്റെ CNG 7 കിലോന്റെ ടാങ്ക് ഉണ്ടാവും. 7 കിലോമീറ്റർ. ഓക്കെ. കമ്പനി CNG ആണ്. ആ കമ്പനി വരുന്ന CNG എന്ന് വെച്ചാൽ അതിൽ മീറ്ററിൽ തന്നെ CNGന്റെ CNG ഉണ്ട് എന്നുള്ളത് കാണും. പിന്നെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ പെട്രോളിലായി ഓട്ടോമാറ്റിക്കലി CNG കംപ്ലൈൻസ് വളരെ കുറവായിരിക്കും. പക്ഷെ വണ്ടിക്ക് പുതിയതിന് അത്ര റേറ്റ് വ്യത്യാസം ഉണ്ട്. എനിക്ക് തോന്നുന്നു 1 ലക്ഷം രൂപേൻ്റെ അടുത്ത് പെട്രോൾ വണ്ടിനെക്കാട്ടും കൂടുതലാണ് CNG. ഇത് നമുക്ക് ഫൈനൽ 4.25 കൊടുക്കാം. 4,25,000 രൂപയ്ക്ക് 2019 പെട്രോൾ CNG വരുന്ന വാഹനം, VXi വാഹനം. ഇത്രയും ഫീച്ചേഴ്സ് അഡീഷണൽ ചെയ്തും കഴിഞ്ഞു. അലോയ്സ് വരെ ഇട്ടിട്ടുണ്ട്, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ സിംഗിൾ ഓണർഷിപ്പ്. അന്ന് CNGക്ക് ഏകദേശം മാർക്കറ്റ് ഇതിനേക്കാൾ 1 ലക്ഷം രൂപ കൂടുതലാണ് അന്ന് തന്നെ. അതാണ് നിങ്ങൾക്ക് ഈ ഒരു വിലക്ക് ലഭിക്കുന്നത്. ഓക്കെ. ലോണ് മാക്സിമം കിട്ടുമോ? ലോൺ 3.5 കിട്ടേണ്ടതാണ്. ലോൺ ഞാൻ നോക്കിയില്ല, 3.5 കിട്ടണം. ഇൻഷുറൻസും പുതിയതുണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഫോർഡ് ഫ്രീ സ്റ്റൈൽ ആണ്. KL 36 രജിസ്ട്രേഷൻ വാഹനം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫ്രീ സ്റ്റൈൽ കാണിച്ചിരുന്നു. അത് ഗോൾഡൻ കളറാണ്, അത് ടൈറ്റാനിയം, ഇത് ഗ്രേ ആണ്. അത് 495 ആയിരുന്നു റേറ്റ് വന്നത്. ഓക്കെ. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇതിന്റെ 2018 ഫ്രീ സ്റ്റൈൽ ട്രെൻഡ് ഡീസൽ. ഓക്കെ. സെക്കൻഡ് ഓപ്ഷൻ ആംബിയന്റ് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ഓപ്ഷൻ ഫ്രണ്ടിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട് സെൻട്രൽ ലോക്ക് വരും. മ്യൂസിക് സിസ്റ്റം ഫോർഡിന്റെ മറ്റേ ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് അല്ല ടച്ച് സ്ക്രീൻ സിസ്റ്റം വരും. അതിനകത്ത് റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസർ ഉണ്ടാവും. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോളും ഉണ്ടാവും. ഓക്കെ. ഒരുവിധം സാധനങ്ങളൊക്കെ ഇതിൽ വരും. ഇല്ലാത്തത് അലോയ് ഉണ്ടാവില്ല, ഇലക്ട്രിക് മിറർ ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ക്ലൈമറ്റ് AC ഉണ്ടാവില്ല, അതാണ് ടൈറ്റാനിയത്തിലായിട്ട് വരുന്ന വ്യത്യാസങ്ങൾ. ഓക്കെ. നല്ല സീറ്റ് ഹൗസ്, വണ്ടി നീറ്റാണ് മൊത്തത്തിൽ. സിംഗിൾ ഓണറാണ്. ഓട്ടം 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. അതിൽ മേജർ സർവീസ് 1.20 സർവീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബില്ലും കാര്യങ്ങളും ഉണ്ട്. 1.45 ഓടിയിട്ടുണ്ട്. അതിൽ 1.43 വരെ സർവീസ് ഉണ്ട്. ഇനി അടുത്ത സർവീസ് 1.53 വരെ. ഓക്കെ. അടുത്ത മേജർ വരെ ഒരു 2 ലക്ഷം 2.10 ചെയ്താൽ മതി. അടുത്ത മേജർ 2.40 വരെ. 2.20 കഴിഞ്ഞാൽ പിന്നെ 2.40. എല്ലാം 1.20 ചെയ്യും. 1.20 വരും അല്ലേ. അപ്പോൾ 2,40,000 അടുത്ത മേജർ വരുന്നുള്ളൂ. ബാക്കി നോർമൽ സർവീസ് നമ്മൾ 10,000 കൂടുമ്പോൾ ജനറൽ സർവീസ് ചെയ്ത് പോയാൽ മതി. ഡീസലാണ്, നല്ല മൈലേജ് കിട്ടും. മൈലേജ് ഒരു 18 മുതൽ 22 വരെ മൈലേജ് കിട്ടുന്നൊരു ക്ലീൻ നല്ല ലുക്കുണ്ട് വാഹനം നീറ്റാണ് അല്ലേ? എന്തായാലും വണ്ടി നീറ്റാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വളരെ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ട്. സ്ക്രാച്ചും കാര്യവും നോർമൽ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. എന്തായാലും നല്ല മൈലേജ് ഉള്ളൊരു ഡീസൽ വാഹനം എടുത്തത് എത്ര കൊടുക്കുക? ഇത് നമുക്ക് 4.25 കൊടുക്കാം. 2018 വാഹനം 4,25,000 രൂപയ്ക്ക് ഡീസൽ സെക്കൻഡ് ഓപ്ഷൻ വാഹനമാണ്. 4.25 ലക്ഷം രൂപ സ്വന്തമാക്കുക. ഒരു 3.25 ലോൺ കിട്ടുമോ? 3.5 മുതൽ 3.25 ലക്ഷം രൂപ നമുക്ക് ലോണും ചെയ്യാം. അങ്ങനെയാണ് 50,000 to 75,000 കണ്ടാൽ ഇറക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കുറവാണ്. ഒരു ഫോർഡിന്ന് സർവീസ് കാണിച്ച ഒരു 5,000-6,000 നമുക്ക് നോർമൽ സർവീസ് ഓയിൽ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്ന നോർമൽ സർവീസ്. പിന്നെ വേറെ ഹാപ്പി പോക്കറ്റ് സർവീസ് വന്ന സർവീസ് ഉണ്ട്. ഓയിലും ഫിൽറ്ററും മാത്രം മറന്നു. അതാണ് 2,500 വരുന്നത് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഫോർഡിന്റെ സെയിൽസ് മാത്രമേ നിർത്തിയിട്ടുള്ളൂ. സർവീസ് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഓക്കെ. അടുത്ത ഫോർച്യൂണർ ആണ്. ഒരു A1 ഐറ്റം. KL 35 രജിസ്ട്രേഷൻ. കേരള വണ്ടി അല്ലല്ലോ? റിയൽ. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇതൊരു 3-4 മാസം മുന്നേ നമ്മൾ ചെയ്താണ്. ഈ വണ്ടി ഞാൻ ഒരു കസ്റ്റമർക്ക് കൊടുത്തായിരുന്നു. ശരി. അപ്പോൾ അയാൾ ഒരു 4-5 മാസം ഉപയോഗിച്ച് ഇപ്പോൾ തിരിച്ചു വീണ്ടും വിൽക്കാൻ വേണ്ടി ഞങ്ങൾ ഏൽപ്പിച്ചു. ഞങ്ങൾ പർച്ചേസ് ചെയ്തില്ല. ഓക്കെ. പാർക്ക് സെയിലുള്ള ഓക്കെ. ഇത് 2011 ഫോർച്യൂണർ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 3rd ഓണറാണ്. 4x4 അല്ല? 4x4 മാനുവൽ. ഓക്കെ. ഇതിൽ 1.55 ഓടിയിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുമ്പോൾ എത്രയായിരുന്നു? അന്ന് ഞാൻ 9.5 ലക്ഷം രൂപ കൊടുത്തത്. അതല്ല കിലോമീറ്റർ എത്രയായിരുന്നു അന്ന്? കിലോമീറ്റർ ഒരു 2,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1.50-51 ഓടിയിട്ടുള്ളൂ. ഒരു 2,000-3,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. അതിൽ വണ്ടി നല്ല വണ്ടിയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. കമ്പനി സർവീസ് ഉണ്ട്. മേജർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്താണ്. അത് കമ്പനി തന്നെയാണ് ചെയ്ത്. വേറെ മെക്കാനിക്കലി കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്. ഓണർഷിപ്പ് മാറിയിട്ടുണ്ടാവില്ല? ആളുടെ പേരിലൊക്കെ മാറിയിട്ടുണ്ടാവില്ല? ഓണർഷിപ്പ് മാറിയില്ല. പരിചയമുള്ള ഒരാൾക്കാണ് കൊടുക്കുക. അപ്പോൾ 2-3 മാസം ആൾക്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓണർഷിപ്പ് മാറ്റാതെ തന്നെ കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ എത്രയൊക്കെ കൊടുക്കാം? ഇതിപ്പോൾ 8.75 കൊടുക്കാം. അന്ന് 9 കൊടുത്താണല്ലോ. ഇപ്പോൾ 8,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. കമ്പനി ഹിസ്റ്ററി ഉണ്ട്, മേജറൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ. ഓണർഷിപ്പ് ഇപ്പോൾ എത്രയല്ല കിടക്കുന്നത്? 3rd ഓക്കെ.
അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. ഇന്നത്തെ അവസാനത്തെ വാഹനം ടാറ്റ ബോൾട്ട് ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം കാണിച്ചാൽ KL 21 തിരുവനന്തപുരം നെടുമങ്ങാട് രജിസ്ട്രേഷൻ ആണ്. പറഞ്ഞോളൂ എങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് 2015 ബോൾട്ട്. ബോൾട്ടിൽ XC എന്ന് പറഞ്ഞ പേരുണ്ടാ ബേസ് ആണ്. അതിൽ 2 ഡോർ പവർ വിൻഡോ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അഡീഷണൽ. ഓക്കെ. പിന്നെ സെൻട്രൽ ലോക്കും ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട്. ഓക്കെ. 3ാമത്തെ ഓണറാണ്. 1.37 ഓട്ടം. അതിൽ ഒരു ഇതൊക്കെ കുറെ കമ്പനി വിസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിലോമീറ്റർ 17 മൈലേജ് ഉണ്ടാവോ? അതിന് മുകളിലുണ്ടോ? ഇത് കോളറേറ്റ് എഞ്ചിൻ തന്നെയാണല്ലോ വരുന്നത്. അതിൽ മേജർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്താണ്. ടൈമിംഗ് ചെയ്യാൻ അവരൊക്കെ മാറിയാണ് കാര്യങ്ങളൊക്കെ മാറിയാണ്. കണ്ടീഷൻ വണ്ടിയാണ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത് റേറ്റ് 195 ഫൈനലിൽ കൊടുക്കാം. ലോൺ പോസിബിലിറ്റി കുറവാണ്. കിട്ടുകയാണെന്ന് വെച്ചാൽ മാക്സിമം ഒരു 1 lakh വരെ ശ്രീരാമിൽ ചെയ്യാൻ പറ്റും. മാക്സിമം. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. 2 ലക്ഷത്തിനുള്ളിൽ ഒരു കാറ്. ഓക്കെ. ഒരു ഡീസൽ കാർ, ഒരു അടിപൊളി വണ്ടി. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി പുതിയ സ്റ്റോക്ക് വന്നിട്ട് നമുക്ക് വീണ്ടും ചെയ്യാം. അപ്പോൾ സ്പെഷ്യൽ റേറ്റിലുള്ള ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർസ് കൊടുക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക, അതും പറഞ്ഞു വരുന്നത്. ഓക്കെ. അപ്പോൾ ഇൻസ്റ്റാ വാട്സപ്പ് ചാനലുകളുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അല്ലേ. എല്ലാവർക്കും നന്ദി. അനിരുദ്ധേ, നന്ദി. ബൈ.